ഹായ്, ഗവൺമെന്റ് ജോലി സ്വപ്നം കാണുന്ന ഒരു നഴ്സിംഗ് ഉദ്യോഗാർത്ഥിയാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ദയവായി മുഴുവനും കാണുക. ഗവൺമെന്റ് എക്സാംസ് ആയ DME, DHS നഴ്സിംഗ് ഓഫീസർ, നഴ്സിംഗ് ട്യൂട്ടർ, സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ആയ എയിംസ്, നോർസെറ്റ് എക്സാം, PGI, ജിപ്മർ, ESIC, RRB മുതലായ എക്സാംസിന് വളരെ പ്രഗത്ഭരായ അധ്യാപകരെ വെച്ച് മികച്ച രീതിയിൽ കോച്ചിങ് നൽകുന്ന സ്ഥാപനമാണ് എജൂസ് അക്കാഡമി. മാറി വരുന്ന എക്സാം പാറ്റേണിൽ പഴയ ട്രഡീഷണൽ രീതിയിൽ തയ്യാറെടുത്തു കഴിഞ്ഞാൽ നല്ല റാങ്ക് വാങ്ങി ജോലി ലഭിക്കാൻ പ്രയാസമാണ്. ആയതിനാൽ സിലബസ് എല്ലാം ഡീറ്റെയിൽ ആയി തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും അനിമേഷൻ വീഡിയോസിന്റെയും സഹായത്തോടെയാണ് ഞങ്ങൾ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അനിമേഷൻ വഴി കേട്ട് പഠിക്കുന്നതിനോടൊപ്പം തന്നെ കണ്ട് പഠിക്കുവാനും നമുക്ക് കഴിയും. ആയതിനാൽ നമ്മുടെ മെമ്മറി, അതായത് നമ്മുടെ വിഷ്വൽ ഇമ്പാക്ട് കൂടുതലായി ലഭിക്കുന്നതിലൂടെ നമ്മുടെ മെമ്മറി കൂടുതൽ സമയം നമുക്ക് റിട്ടേൺ ചെയ്ത് ലഭിക്കുവാനും അതുവഴി ഏത് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ, എത്ര ടഫായ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് വളരെ ഈസിയായി അധികം ഒരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ അതിന്റെ കൃത്യമായ ആൻസർ നൽകുവാനും നമുക്ക് എക്സാംസിന് നല്ല റാങ്ക് ലഭിച്ച് നമുക്ക് ജോലിയിൽ പ്രവേശിക്കുവാനും ഈ ക്ലാസ്സുകളിലൂടെ നമുക്ക് കഴിയും. അതുകൂടാതെ തന്നെ നമ്മൾ അനിമേഷൻ വീഡിയോസും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും സഹായത്തോടെ ഇൻ ഡെപ്ത് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളെയും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതോടൊപ്പം തന്നെ നമുക്ക് എത്ര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും വളരെ കൃത്യമായി അതിന്റെ ശരി ഉത്തരം നൽകി നമുക്ക് ഉന്നതമായ റാങ്ക് വാങ്ങി നമുക്ക് ജോലിയിൽ പ്രവേശിക്കുവാനും കഴിയും. അത് ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ മികച്ച ക്ലാസ്സുകൾ മികച്ച രീതിയിൽ തന്നെ അതോടൊപ്പം അനിമേഷൻ വീഡിയോസിന്റെ സഹായത്തോടെ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള അധ്യാപകരെ വെച്ചാണ് ഞങ്ങൾ എജൂസ് അക്കാഡമിയിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. ഈ അനിമേഷൻ വീഡിയോസ് വഴി നമ്മൾ പഠിക്കുന്നതിലൂടെ നമുക്ക് എങ്ങനെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ സിമ്പിളായി മനസ്സിലാക്കാൻ കഴിയുമെന്നും നമ്മുടെ എക്സാമിന് നമുക്ക് ആ നോളജ്, അല്ലെങ്കിൽ ഇതിലൂടെ നമ്മൾ പഠിക്കുന്നത് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കാമെന്നും, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നും നമ്മൾ ഒരു 3 സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ വീഡിയോസിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, അതില് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർഡിയോവാസ്കുലർ സിസ്റ്റം ആണ്. ഓക്കെ, സോ വെൽക്കം ടു കാർഡിയോവാസ്കുലർ സിസ്റ്റം. അനിമേഷൻ വീഡിയോസ് വഴി നമുക്ക് നമ്മുടെ എക്സാംസിന് എങ്ങനെ തയ്യാറെടുക്കാമെന്നും അതുവഴി നമുക്ക് എങ്ങനെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുമെന്നും നമുക്കൊരു 3 സിസ്റ്റം, ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു 3 സിസ്റ്റം വെച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അതിൽ ആദ്യമായി കാർഡിയോവാസ്കുലർ സിസ്റ്റം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ അനിമേഷനിൽ കാണാൻ കഴിയുന്നത് പോലെ ഇവിടെ ഹാർട്ടിന്റെ ലൊക്കേഷൻ, ഹാർട്ടിന്റെ പൊസിഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഹാർട്ട് എവിടെയാണ് പൊസിഷൻ, അല്ലെ ഹാർട്ടിന്റെ ലൊക്കേഷൻ എവിടെയാണ്? ഹാർട്ടിന്റെ ലൊക്കേഷൻ മീഡിയാസ്റ്റൈനം, അല്ലെങ്കിൽ മീഡിയാസ്റ്റൈനൽ കാവിറ്റിയിലാണ് ഹാർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. അത് നമുക്ക് ഈ വീഡിയോയിലൂടെ വളരെ കൃത്യമായി, വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതായത് ഇതാണ് നമുക്ക് ഹാർട്ട് ഇവിടെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നു. അതുകൂടാതെ തന്നെ അതിനെ കവർ ചെയ്തിരിക്കുന്ന അതിന്റെ ആന്റീരിയർ പോർഷനിൽ, അല്ലെങ്കിൽ അതിന്റെ ഫ്രണ്ട് പോർഷനിൽ ലങ്സ് ഇരിക്കുന്നു. പിന്നെ അതിനെ കവർ ചെയ്താണ് നമ്മുടെ റിബ്സും സ്റ്റേണവും, അതിന്റെ ആന്റീരിയർ പോർഷൻ അല്ലെങ്കിൽ അതിന്റെ ഫ്രണ്ട് പോർഷനിലാണ് സ്റ്റേണവും റിബ്സും എല്ലാം കവർ ചെയ്ത് ഇരിക്കുന്നത് അല്ലെ. സോ നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു അനിമേഷനിൽ നിന്ന് നമുക്ക് ആ ലങ്സിനെ ഒന്ന് മാറ്റി നോക്കാം. നമുക്ക് ആ ലങ്സിനെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഓക്കെ, അതെ, നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ ലങ്സിനെ മാറ്റി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഹാർട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഹാർട്ട് കൃത്യമായി എങ്ങനെയാണ് നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റിയിൽ ഇരിക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോ വഴി കണ്ടു നോക്കാം. എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ട് അല്ലെ ഹാർട്ടിന്റെ കൃത്യമായ ലൊക്കേഷൻ, അതിന്റെ ഒരു 3 ഡയമെൻഷണൽ വ്യൂ എല്ലാവർക്കും കാണാൻ കഴിയുന്നു. ഇതാണ് അതിന്റെ ആന്റീരിയർ പോർഷൻ, അതായത് മുന്നിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഹാർട്ടിന് നമുക്ക് എങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. ഇതിന്റെ ലാറ്ററൽ വ്യൂ, അതെ, ലാറ്ററൽ വ്യൂ എന്ന് പറഞ്ഞാൽ സൈഡ് വ്യൂ ആണ്. സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഹാർട്ടിന് നമുക്ക് ഈ റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ലാറ്ററൽ വ്യൂ, റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് പറയുന്നത് ഇതാണ്, ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ലാറ്ററൽ വ്യൂ ഇതാണ്. ഏതൊക്കെയാണ് നമ്മുടെ കാർഡിയക് ചേമ്പേഴ്സ് ഏതൊക്കെയാണ്? നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലെ. നമ്മുടെ കാർഡിയക് ചേമ്പേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, നമുക്ക് 2 എട്രിയം ഉണ്ട്, അതായത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് എട്രിയം ഉണ്ട്. അതുപോലെ തന്നെ 2 വെൻട്രിക്കിൾസ് ഉണ്ട്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾസ് അല്ലെ. സോ നമുക്കത് ഇവിടെ ഈ ഡയഗ്രാമിൽ വളരെ നന്നായിട്ട് കാണാൻ കഴിയും അല്ലെ. ഇത് കണ്ടോ, റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം,
റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. അതുകൂടാതെ തന്നെ നമുക്ക് വാൽവ്സ് ഉണ്ട് അല്ലെ, നമ്മുടെ ഹാർട്ടിൽ പലതരത്തിലുള്ള വാൽവ്സ് ഉണ്ട്. ഏതൊക്കെയാണ് നമ്മുടെ ഹാർട്ടിൽ കാണുന്ന വാൽവ്സ്? ഒന്ന് നമുക്ക് പൾമോണിക് വാൽവ്, അതായത് നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമിനറി ആർട്ടറിയിലേക്ക് പോകുന്ന ഇതാണ് നമ്മുടെ പൾമിനറി ആർട്ടറി. അതിലേക്ക് കണക്ട് ചെയ്യുന്ന വാൽവാണ് നമ്മുടെ പൾമിനറി ആർട്ടറി. നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലുണ്ട്, അതായത് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയിലേക്ക് കണക്ട് ചെയ്യുന്ന വാൽവാണ് നമ്മുടെ അയോട്ടിക് വാൽവ്. ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും ട്രൈകസ്പിഡ് വാൽവ് ആണ് അല്ലെ, ട്രൈകസ്പിഡ് വാൽവ്. ഇതിന്റെ ഷേപ്പിന് വേറൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ഇതിന്റെ ഷേപ്പിന്റെ പ്രത്യേകത? ഇതിന്റെ ഷേപ്പിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ബെൻസ് കാറിന്റെ എംബ്ലത്തിന്റെ ഒരു ഷേപ്പാണ് അല്ലെ. സോ ഇത് രണ്ടും, അതായത് നമ്മുടെ പൾമിനറി വാൽവ് ഉണ്ട്, അയോട്ടിക് വാൽവ് ഉണ്ട്. ഇത് രണ്ടും 3 കസ്പ്, അത് രണ്ടിനും 3 കസ്പ് ഉണ്ട് അല്ലെ, 3 കസ്പ് ഉണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് ബാക്കിയുള്ള വാൽവാണ് റൈറ്റ് സൈഡിൽ നമുക്ക് കാണുന്നതാണ് ട്രൈകസ്പിഡ് വാൽവ്. എന്താണ് ട്രൈകസ്പിഡ് വാൽവ്? വാൽവ് ദാറ്റ് ഈസ് സീൻ ബിറ്റ്വീൻ ദ റൈറ്റ് എട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ. നമ്മുടെ റൈറ്റ് എട്രിയവും റൈറ്റ് വെൻട്രിക്കിളും തമ്മിൽ കണക്ട് ചെയ്യുന്ന വാൽവാണ് നമ്മുടെ ട്രൈകസ്പിഡ് വാൽവ്. എന്തുകൊണ്ടാണ് അതിന് ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്? അതിന് 3 കസ്പ് ഉണ്ട് അല്ലെ. നമുക്കിവിടെ കാണാൻ കഴിയും, ഇതുണ്ടോ, 1, 2, 3, അങ്ങനെ 3 കസ്പ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന് ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. ട്രൈകസ്പിഡ് വാൽവ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് ആണ്, ബിറ്റ്വീൻ റൈറ്റ് എട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ. അതുപോലെ തന്നെ നമുക്ക് വേറൊരു വാൽവ് ഉണ്ട്, അതിന് നമ്മൾ പറയുന്നതാണ് ബൈകസ്പിഡ് വാൽവ്, അല്ലെങ്കിൽ അതിന് നമ്മൾ പറയും മിട്രൽ വാൽവ്. ഇവിടെ നമുക്ക് കാണാം കണ്ടോ, ഇതിന് 2 കസ്പ് ഉണ്ട്, 1, 2 കസ്പ് ഉണ്ട്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ബൈകസ്പിഡ് വാൽവ് അല്ലെങ്കിൽ മിട്രൽ വാൽവ്. ഓക്കെ, മിട്രൽ വാൽവ്. ഇതിനെയൊക്കെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ റെഗുലർ ക്ലാസ്സുകളിൽ നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ നമ്മൾ പറഞ്ഞു വന്ന കാര്യം നമ്മുടെ ചേംബേഴ്സ് ഓഫ് ഹാർട്ട് ആണ്. ഈ ചേംബേഴ്സ് ഓഫ് ഹാർട്ടിന്റെ തിക്നെസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? അല്ലെങ്കിൽ നമുക്ക് ഈ ഡയഗ്രാം വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ തിക്നെസ് വളരെ നന്നായിട്ട്, അല്ലെങ്കിൽ നമ്മൾ മറക്കാത്ത രീതിയിൽ നമുക്ക് പഠിക്കുവാൻ കഴിയും അല്ലെ. അതായത് തിക്നെസ് ഓഫ്, എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം, തിക്നെസ് ഓഫ് ലെഫ്റ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ വാൾ തിക്നെസ് എത്രയാണ് എന്ന് ചോദിക്കാം. ആർക്കെങ്കിലും അറിയാവോ? അതായത് നമ്മുടെ ഹാർട്ടിലെ ഏറ്റവും വാൾ തിക്നെസ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ് അല്ലെ. നമുക്ക് കണ്ട ഇവിടെ നമുക്ക് ഈ ഡയഗ്രത്തിൽ അല്ലെങ്കിൽ ഈ ഒരു 3D ഇമേജ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ തിക്നെസ് ഉള്ള ചേംബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ് അല്ലെ. സോ ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ വാൾ തിക്നെസ് എന്ന് പറഞ്ഞാൽ 10 to 15 മില്ലിമീറ്റർ ആണ്. ഓക്കെ, 10 to 15 മില്ലിമീറ്റർ ആണ്. അതേസമയം എട്രിയ, നമുക്ക് എട്രിയയുടെ വാൾ ഇവിടെ നമുക്ക് കാണാം. എട്രിയയുടെ വാൾ തിക്നെസ് എത്രയാണ്? അത് രണ്ടും ഏകദേശം റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഏകദേശം സെയിം ആണ്. അതായത് 2 to 3 മില്ലിമീറ്റർ ആണ്. 2 to 3 മില്ലിമീറ്റർ ആണ് റൈറ്റ് എട്രിയത്തിന്റെയും ലെഫ്റ്റ് എട്രിയത്തിന്റെയും വാൾ തിക്നെസ്. അതേസമയം റൈറ്റ് വെൻട്രിക്കിളിന്റെ എത്രയായിരിക്കും? റൈറ്റ് വെൻട്രിക്കിളിന്റെ വാൾ തിക്നെസ് 4 to 5 മില്ലിമീറ്റർ. ഓക്കെ, 4 to 5 മില്ലിമീറ്റർ ആയിരിക്കും റൈറ്റ് വെൻട്രിക്കിളിന്റെ വാൾ തിക്നെസ്. ഇനി നിങ്ങൾ ഇത് മറക്കോ? ഇല്ല അല്ലെ. നമുക്ക് വളരെ നന്നായിട്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മെമ്മറി മാക്സിമം റീറ്റെയിൻ ചെയ്യാൻ കഴിയും അല്ലെ ഇതുവഴി. പിന്നെ ഇത് കൂടാതെ തന്നെ വേറെ, അതായത് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സ്മൂത്ത് ഇറഗുലർ മസിൽ ദാറ്റ് ഈസ് സീൻ ഇൻ ദ വെൻട്രിക്കിൾസ്, അതായത് നമ്മുടെ വെൻട്രിക്കിൾസിൽ സ്മൂത്ത് ആയിട്ട് ഇറഗുലർ ഷേപ്പിൽ കാണുന്ന മസ്കുലർ റിഡ്ജസ്, അതിന്റെ പേര് ആർക്കെങ്കിലും അറിയാവോ? എന്താണ്? ഈ ഡയഗ്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇതുണ്ടോ, ഈ ഒരു സ്മൂത്ത് ഇറഗുലർ ആയിട്ട് കിടക്കുന്ന ഈ മസിൽ ഫൈബേഴ്സ് അല്ലേ, ഇതിന്റെ പേര് എന്താണ്? ഇതൊക്കെയാണ് നമ്മുടെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതായത് സാധാരണ ഒരു ആവറേജ് സ്റ്റുഡന്റ് സ്വന്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും ഈ ഏരിയാസ് ഒക്കെ മിസ് ചെയ്തു പോകും അല്ലെ. സോ നമ്മൾ ഒരു നല്ല ഒരു അക്കാഡമിയിൽ നല്ല ടീച്ചേഴ്സിന്റെ ഗൈഡൻസിൽ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് വളരെ നന്നായിട്ട് നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അല്ലെ. സോ ആർക്കെങ്കിലും അറിയാവോ? അതായത് മസ്കുലർ റിഡ്ജസ്, ഇറഗുലർ മസ്കുലർ റിഡ്ജസ് ദാറ്റ് ഈസ് സീൻ ഇൻ ദ വെൻട്രിക്കിൾസ്. എന്താണ് അതിന്റെ ആൻസർ അറിയാവോ? അതായത് ഈ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ഇതിന്റെ പേര് അറിയാവോ ആർക്കെങ്കിലും? ഇതിന്റെ പേരാണ് ട്രബക്കുലർ കാർണെ. ഓക്കെ, ട്രബക്കുലർ കാർണെ. ട്രബക്കുലർ കാർണെ അതാണ് ഈ സ്മൂത്ത് ഇറഗുലർ മസ്കുലർ റിഡ്ജസ് ദാറ്റ് ഈസ് സീൻ ഇൻ ദ വെൻട്രിക്കിൾ. അത് വെൻട്രിക്കിൾസിൽ കാണുന്ന 2 സൈഡിലുണ്ട് കണ്ടോ, ഇവിടെ കാണാൻ നമുക്ക് പറ്റും. അതായത് ഇറഗുലർ ആയിട്ടുള്ള മസിൽ റിഡ്ജസിന് നമ്മൾ പറയുന്ന പേരാണ് ട്രബക്കുലർ കാർണെ കേട്ടോ. അതിന്റെ 3 ഡയമെൻഷണൽ വ്യൂ നമുക്ക് വളരെ നന്നായിട്ട് കാണാൻ കഴിയും. ഇതാണ് ട്രബക്കുലർ കാർണെ. അതുപോലെ ഈ സൈഡിലും 2 വെൻട്രിക്കിൾസിലും നമുക്ക് കാണാൻ പറ്റും. ട്രബക്കുലർ കാർണെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതായത് ഈ ഡയഗ്രത്തിൽ ഈ കാണുന്നുണ്ടല്ലോ, ഇതാണ് നമ്മുടെ ട്രബക്കുലർ കാർണെ, അതായത് ഇറഗുലർ ആയിട്ടുള്ള സ്മൂത്ത് മസിൽ
നമ്മുടെ വെൻട്രിക്കിൾസിൽ കാണുന്ന സ്മൂത്ത് ആയിട്ടുള്ള ഇറഗുലർ മസിലാണ് ട്രബക്കുലർ കാർണെ. അതാണ് നമുക്ക് അത് മാത്രമായിട്ട് വളരെ സൂം ചെയ്തിട്ടുള്ള ഒരു ഇമേജ് ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. സോ ഇതാണ് നമ്മുടെ ട്രബക്കുലർ കാർണെ. ഓക്കെ, ട്രബക്കുലർ കാർണെ. സോ ഇതൊക്കെ ആയിരിക്കും മിക്കവാറും നമ്മുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഏത് എക്സാമിനും റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ആണ്, അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, നമ്മുടെ ഒരു ഹാർട്ടിന്റെ ഒരു ആന്റീരിയർ വ്യൂ ആണിത്. നമുക്ക് അതിന്റെ ജസ്റ്റ് പോസ്റ്റീരിയർ വ്യൂ ഒന്ന് കണ്ടു നോക്കാം. പോസ്റ്റീരിയർ വ്യൂ, ഇതെല്ലാം നമ്മൾ ഇതിന്റെ എല്ലാ ചേമ്പേഴ്സും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സോ ഇതാണ് അതിന്റെ ഒരു പോസ്റ്റീരിയർ വ്യൂ. ഓക്കെ, സോ ഇത് നമ്മുടെ എന്താണ് ഇൻഫീരിയർ വിന കവ. നിങ്ങൾക്ക് അറിയാം അല്ലെ, നമ്മുടെ ഇൻഫീരിയർ ബോഡി പാർട്സ് അല്ലെങ്കിൽ നമ്മുടെ താഴെയുള്ള ബോഡി പാർട്സിൽ നിന്നുള്ള വീനസ് ഡ്രെയിനേജ് വരുന്നത് ഇൻഫീരിയർ വിന കാവ വഴിയാണ് കേട്ടോ. ഇത് നമ്മുടെ പോസ്റ്റീരിയർ വ്യൂ ആണ്. പോസ്റ്റീരിയർ ഓഫ് ദ ഹാർട്ടിലാണ് ഇൻഫീരിയർ വിന കാവ. അവിടെ നിന്ന് വന്നിട്ട് എവിടെയാണ് അത് ഓപ്പൺ ആകുന്നത്? അത് റൈറ്റ് എട്രിയത്തിലാണ് ഓപ്പൺ ആകുന്നത് അല്ലെ. സോ അത് ഇൻഫീരിയർ വിന കാവയാണ്. പിന്നെ നമുക്ക് 4 പൾമിനറി വെയിൻസ് ഉണ്ട്, നമുക്ക് ഇവിടെ കാണാം. പിന്നെ നമ്മുടെ പൾമിനറി ആർട്ടറി ഉണ്ട്, നമ്മുടെ ആർച്ച് ഓഫ് അയോട്ട ഉണ്ട് അല്ലെ, ആർച്ച് ഓഫ് അയോട്ട. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള വേറെ 1-2 ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. The valve of the inferior vena cava. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ, നമ്മുടെ ഇൻഫീരിയർ വിന കാവ ഞാൻ പറഞ്ഞു ഇൻഫീരിയർ പോർഷൻ അല്ലെങ്കിൽ താഴെയുള്ള നമ്മുടെ ബോഡി പോർഷനിൽ നിന്നുള്ള വീനസ് ഡ്രെയിനേജ് വരുന്നതാണ് നമ്മുടെ ഇൻഫീരിയർ വിന കാവ. സോ ഈ ഇൻഫീരിയർ വിന കാവ നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലാണ് ഓപ്പൺ ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ ഇൻഫീരിയർ വിന കാവ ഓപ്പൺ ചെയ്യുന്ന സ്ഥലം. നമ്മുടെ റൈറ്റ് ഏട്രിയം ആണ്. ഇത് നമ്മുടെ ഇൻഫീരിയർ വിന കാവ ഓപ്പൺ ചെയ്യുന്നത് ഇവിടെയാണ്. സോ ഈ ഇൻഫീരിയർ വിന കാവയ്ക്ക് ഒരു വാൽവ് ഉണ്ട്. ഓക്കെ, ഇൻഫീരിയർ വിന കാവയ്ക്ക് ഒരു വാൽവ് ഉണ്ട്. എന്താണ് ആ വാൽവിന്റെ പേര്? ആർക്കെങ്കിലും പറയാമോ? ആർക്കെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? അതായത് യൂസ്റ്റേക്കിയൻ വാൽവ്. ഓക്കെ, യൂസ്റ്റേക്കിയൻ വാൽവ് എന്നാണ് ഈ ഇൻഫീരിയർ വിന കാവയുടെ വാൽവിന്റെ പേര്. സോ നമുക്ക് ഇവിടെ ഈ ഏരിയയിലായിരിക്കും അതിന്റെ വാൽവ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. സോ വാൽവ് ഓഫ് ദ ഇൻഫീരിയർ വിന കാവ എന്താണ് ആൻസർ? യൂസ്റ്റേക്കിയൻ വാൽവ്. ഓക്കെ, യൂസ്റ്റേക്കിയൻ വാൽവ്. നമ്മൾ ഇയറിന്റെ അനാട്ടമിയിൽ യൂസ്റ്റേക്കിയൻ ട്യൂബ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. സോ അങ്ങനെ വെച്ച് നമ്മൾ ഓർത്തിരുന്നാലും മതി. വാൽവ് ഓഫ് ഇൻഫീരിയർ വിന കാവയാണ് എന്ത്? യൂസ്റ്റേക്കിയൻ വാൽവ്. ഓക്കെ, സോ നമ്മൾ ഇതിന്റെ പോസ്റ്റീരിയർ വ്യൂ കണ്ടപ്പോൾ നമ്മൾ വേറൊരു ജസ്റ്റ് ഒരു ഇമേജ് കൂടെ ഞാനത് പറയാൻ വിട്ടുപോയതാണ് കണ്ടോ. നമുക്ക് ഇത് നമ്മുടെ ഒരു ബ്ലഡ് വെസൽ ആണ്. എന്താണ് ഈ ബ്ലഡ് വെസലിന്റെ പേര് അറിയാവോ? അതായത് വീനസ് ഡ്രെയിനേജ്. ഓക്കെ, വീനസ് ഡ്രെയിനേജ് ഓഫ് ദ ഹാർട്ട് ഏതാണ്? വീനസ് ഡ്രെയിനേജ് ഓഫ് ദ ഹാർട്ട് കൊറോണറി സൈനസ്. അതായത് നമ്മളത് വീണ്ടും നമ്മളെ ഈ വീഡിയോസിൽ കാണും. അതായത് കൊറോണറി സർക്കുലേഷൻ, നമ്മുടെ ഹാർട്ടിന് തന്നെ ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന കുറച്ച് ബ്ലഡ് വെസൽസ് ഉണ്ട് അല്ലെ, അതിനാണ് നമ്മൾ കൊറോണറി ആർട്ടറീസ് എന്ന് പറയുന്നത്. സോ കൊറോണറി ആർട്ടറീസിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇതിന്റെ വീനസ് ഡ്രെയിനേജ് വരുന്നതാണ് ഈ കൊറോണറി സൈനസ് എന്ന് പറയുന്നത്. ഈ കൊറോണറി സൈനസും എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്? കൊറോണറി സൈനസും ഓപ്പൺ ചെയ്യുന്നത് റൈറ്റ് എട്രിയത്തിൽ തന്നെയാണ്. ഓക്കെ, റൈറ്റ് എട്രിയത്തിൽ തന്നെയാണ് കൊറോണറി സൈനസ് ഓപ്പൺ ചെയ്യുന്നത്. സോ ഈ കൊറോണറി സൈനസിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു വാൽവ് ഉണ്ട്. ഓക്കെ, കൊറോണറി സൈനസിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു വാൽവ് ഉണ്ട്. അതിനാണ് നമ്മൾ പറയുന്നത് തെബേസിയൻ വാൽവ്. ഓക്കെ, തെബേസിയൻ വാൽവ്. സോ തെബേസിയൻ വാൽവ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ between the inlet of the inferior vena cava and the semi-lunar valve. അതായത് ഇവിടെയാണ് നമ്മുടെ തെബേസിയൻ വാൽവ്. ഓക്കെ, തെബേസിയൻ വാൽവ്. തെബേസിയൻ വാൽവ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് between the entry of the inferior vena cava and the tricuspid valve. ഇതാണ് നമ്മുടെ ട്രൈക്കസ്പിഡ് വാൽവ്. സോ അതിന്റെയും ഈ ഇൻഫീരിയർ വിന കാവയുടെ ഓപ്പണിംഗിന്റെ ഇടയിലാണ് നമ്മുടെ തെബേസിയൻ വാൽവ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് വേറെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി അല്ലേ, അതായത് the valve of the coronary sinus is also called as തെബേസിയൻ വാൽവ്. നമ്മൾ എങ്ങനെ പഠിക്കുന്നത്? CT ഇങ്ങനെയുള്ള ഒരു ന്യൂമോണിക് വെച്ച് നമുക്ക് പഠിക്കാം. CT അതായത് കൊറോണറി സൈനസിന്റെ വാൽവ് ഏതാണ്? തെബേസിയൻ വാൽവ് ആണ്. ഇൻഫീരിയർ വിന കാവയുടെ വാൽവ് ഏതാണ്? ഇൻഫീരിയർ വിന കാവയുടെ വാൽവ് ഏതാണ്? നമ്മുടെ യൂസ്റ്റേക്കിയൻ വാൽവ് അല്ലെ, യൂസ്റ്റേക്കിയൻ വാൽവ്. വീണ്ടും നമ്മുടെ ഹാർട്ടിന്റെ ഒരു 3D ഇമേജ് ആണ് അല്ലെ. നമുക്ക് ഈ ഇമേജിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു 3D ഇമേജിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? നമുക്ക് ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതായത് ഈ കൊറോണറി ആർട്ടറീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലെ. കൊറോണറി ആർട്ടറീസ് എന്താണ്? കൊറോണറി ആർട്ടറീസ് അതായത് നമ്മുടെ ശരീരത്തിന് ആകമാനം സപ്ലൈ ചെയ്യുന്നത്, ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത് എവിടെ നിന്നാണ്? അതായത് നമ്മുടെ ഹാർട്ടിൽ നിന്നാണ് അല്ലെ. സോ ഹാർട്ടിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിൽ
ആകമാനം അല്ലെങ്കിൽ ശരീരത്തിലുടനീളം നമുക്ക് ബ്ലഡ് പമ്പ് ഔട്ട് ചെയ്ത് പോകുന്നത്. സോ ഈ ഹാർട്ടിന് തന്നെ കുറച്ച് ബ്ലഡ് സപ്ലൈ ഉണ്ട്, അല്ലെങ്കിൽ ഹാർട്ടിന് തന്നെ അതിനാവശ്യമായിട്ടുള്ള ബ്ലഡ് സപ്ലൈ വേണം. സോ ഹാർട്ടിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് സപ്ലൈ കൊടുക്കുന്ന ആർട്ടറീസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കൊറോണറി ആർട്ടറീസ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്. ഇവിടെ നിന്ന് നിങ്ങൾ ഏത് എക്സാമിന്റെ ക്വസ്റ്റ്യൻ നോക്കിയാലും ഇവിടെ നിന്ന്, അതായത് കൊറോണറി ആർട്ടറീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മുടെ blood supply to the heart. Okay, blood supply to the heart is mainly through coronary arteries. Okay, coronary arteries വഴിയാണ് നമ്മുടെ ഹാർട്ടിന് അതിന്റെ ബ്ലഡ് സപ്ലൈ കിട്ടുന്നത്. സോ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കൺസെപ്റ്റ് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ മെയിൻ ആയിട്ട് ഈ കൊറോണറി ആർട്ടറി എന്ന് പേര് വരാനുള്ള കാരണം എന്താണ്? കൊറോണറിയുടെ മീനിങ് എന്ന് പറഞ്ഞാൽ ക്രൗൺ ആണ് കേട്ടോ. ക്രൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കിരീടം. നമ്മുടെ തലയിൽ കിരീടം വയ്ക്കുന്നത് പോലെയാണ് ഈ കൊറോണറി ആർട്ടറീസ് നമ്മുടെ ഹാർട്ടിന് സപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഈ ആർട്ടറീസിനെ കൊറോണറി ആർട്ടറീസ് എന്ന് പറയുന്നത്. സോ മെയിൻ ആയിട്ട് നമുക്ക് ഈ കൊറോണറി ആർട്ടറീസിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് ടൈപ്സ് അല്ലെങ്കിൽ രണ്ട് മെയിൻ ആർട്ടറീസ് ആണുള്ളത്. ഓക്കെ, സോ അതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതായത് റൈറ്റ് കൊറോണറി ആർട്ടറി ഇവിടെ കാണാം കണ്ടില്ലേ, ഇത് റൈറ്റ് കൊറോണറി ആർട്ടറി. അതുപോലെ തന്നെ ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ വരുന്നതുകൊണ്ട് അതിന് എന്ത് പറയും? ലെഫ്റ്റ് കൊറോണറി ആർട്ടറി. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ? അതായത് റൈറ്റ് കൊറോണറി ആർട്ടറി, അതുപോലെ ലെഫ്റ്റ് സൈഡിൽ വരുമ്പോഴത്തേക്ക് അത് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി. ഓക്കെ, സോ അഗെയിൻ നമ്മുടെ ഈ റൈറ്റും ലെഫ്റ്റും കൊറോണറി ആർട്ടറീസ് പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇത് റൈറ്റ് കൊറോണറി ആർട്ടറി ആണ്. ഈ റൈറ്റ് കൊറോണറി ആർട്ടറി താഴേക്ക് വരുമ്പോഴത്തേക്കുണ്ട് ഈ ആർട്ടറി നമ്മൾ പറയുന്ന പേരാണ് ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി. ഓക്കെ, എന്താണ് ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി. ഇമ്പോർട്ടന്റ് ആണ്. ഇതിനെ കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ സമയമില്ലാത്ത കാരണം വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മളിപ്പോ പറഞ്ഞു പോകാം. ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഈ ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറിക്ക് വേറൊരു പേര് കൂടെ ഉണ്ട്. സാധാരണ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ആർക്കെങ്കിലും പറയാവോ ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറിയുടെ വേറൊരു പേര്? അതിന് നമ്മൾ പറയുന്നതാണ് വിഡോ മേക്കിംഗ് ആർട്ടറി. ഓക്കെ, വിഡോ മേക്കിംഗ് ആർട്ടറി ഇമ്പോർട്ടന്റ് ആണ്. വിഡോ മേക്കിംഗ് ആർട്ടറി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടറിയാണ്, ഈ ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ടിന്റെ മെയിൻ ആയിട്ടുള്ള പോർഷനെ മുഴുവനായിട്ട് സപ്ലൈ ചെയ്യുന്ന ആർട്ടറിയാണ് ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി. അതുകൊണ്ട് അവിടെ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ആ പേഷ്യന്റ് ഡെത്ത് ആയി പോകും. ഓക്കെ, പേഷ്യന്റ് മരണ കാരണം അയക്കാവുന്ന ഒരു കാരണമാണ് ഈ ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറിയിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് അതിനെ വിഡോ മേക്കിംഗ് ആർട്ടറി എന്ന് പറയുന്നത്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി സപ്ലൈ ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാണ്? ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് artery supplies the anterior portion of the heart. Okay, so പക്ഷേ എക്സാമിന് ഇങ്ങനെയല്ല ചോദിക്കുന്നത്. കാരണം എക്സാമിന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും എഴുതാൻ പറ്റും അല്ലേ? ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി സപ്ലൈസ് ടു ആന്റീരിയർ പോർഷൻ ഓഫ് ദ ഹാർട്ട്. അങ്ങനെയല്ല പക്ഷെ എക്സാമിന് ചോദിക്കുന്നത്. ഈ ആന്റീരിയർ പോർഷൻ ഓഫ് ദ ഹാർട്ട് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ വരും? അതാണ് മെയിൻ ആയിട്ട്. അങ്ങനെ കവർ ചെയ്തിട്ടായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. സോ ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി സപ്ലൈ ചെയ്യുന്നത് ഒന്നാമത്തെ ഏരിയ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ, ലെഫ്റ്റ് വെൻട്രിക്കിൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ 2/3 ഓഫ് ദ ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം. ഇതാണ് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ, റൈറ്റ് വെൻട്രിക്കിൾ. സോ ഈ ഏരിയ ആണ് എന്താണ്? ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം. ഓക്കെ, അതായത് ഒരു സെപ്റ്റം ഉണ്ട്, ഒരു മതില് പോലെ ഒരു സംഭവം ഉണ്ട്. ഈ രണ്ട് വെൻട്രിക്കിളിനെയും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന ഒരു ഏരിയ, അതിനാണ് ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം. സോ ആ ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റത്തിന്റെ 2/3 പോർഷൻ, ഓക്കെ, 2/3 പോർഷനും സപ്ലൈ ചെയ്യുന്നത് ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി ആണ്. അതുകൂടാതെ തന്നെ സം പോർഷൻ ഓഫ് ദ റൈറ്റ് വെൻട്രിക്കിളും സപ്ലൈ ചെയ്യുന്നത് ഈ ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി ആണ്. സോ ഇത് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും മിക്കവാറും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. വിച്ച് among the following areas will be supplied by left anterior descending artery? അങ്ങനെ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത് കൂടാതെ തന്നെ ഈ ലെഫ്റ്റ് നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? ലെഫ്റ്റ് കൊറോണറി ആർട്ടറി അല്ലെ? ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ആണ് ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി. അതുകൂടാതെ തന്നെ നമുക്ക്
നമുക്ക് അതുകൂടാതെ തന്നെ നമുക്ക് ഇവിടെ ലെഫ്റ്റ് മാർജിനൽ ആർട്ടറി, ഈ മാർജിൻ അല്ലെങ്കിൽ സൈഡിൽ കൂടെ പോകുന്ന ആർട്ടറീസ് ഉണ്ട് അല്ലെ, അതിന് നമ്മൾ പറയുന്നതാണ് ലെഫ്റ്റ് മാർജിനൽ ആർട്ടറി അല്ലെങ്കിൽ ലെഫ്റ്റ് ഒബ്റ്റ്യൂസ് മാർജിനൽ ആർട്ടറി. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് അവിടെ ഡയഗണൽ ആർട്ടറീസ് ഉണ്ട്. അപ്പൊ കേട്ടോ, ഡയഗണൽ ആർട്ടറീസ് ഉണ്ട്. സോ ഇതൊക്കെ നമ്മുടെ ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയുടെ ബ്രാഞ്ചസ് ആണ്. സോ അതുകൂടാതെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞു ഇത് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി, ഇവിടെ നമുക്ക് റൈറ്റ് കൊറോണറി ആർട്ടറി. സോ റൈറ്റ് കൊറോണറി ആർട്ടറിയുടെ ബ്രാഞ്ചസ് ആണ്, മെയിൻ ആയിട്ട് വരുന്ന ബ്രാഞ്ചസ് ആണ് റൈറ്റ് മാർജിനൽ ആർട്ടറി. ഓക്കെ, റൈറ്റ് നമ്മൾ നേരത്തെ ലെഫ്റ്റ് മാർജിനൽ ആർട്ടറി പറഞ്ഞു, അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ, ഓക്കെ, റൈറ്റ് സൈഡിൽ ഈ മാർജിൻസിൽ സപ്ലൈ ചെയ്യുന്ന ആർട്ടറീസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, റൈറ്റ് മാർജിനൽ ആർട്ടറി. അതുകൂടാതെ തന്നെ പോസ്റ്റീരിയർ സർഫസിൽ, ഓക്കെ, പോസ്റ്റീരിയർ സർഫസിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ വരുന്ന ആർട്ടറി നമ്മൾ പറയുന്നതാണ് പോസ്റ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി. ഓക്കെ, പോസ്റ്റീരിയർ, ഈ പോസ്റ്റീരിയർ സൈഡിലേക്ക് വരുന്ന ആർട്ടറീസ് ആണ് നമ്മൾ പറയുന്നത് പോസ്റ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി. സോ ഇതാണ് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ റിഗാർഡിംഗ് ദ കൊറോണറി ആർട്ടറീസ്. നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളു അല്ലേ? അപ്പൊ നമ്മള് കാർഡിയോവാസ്കുലർ സിസ്റ്റം കണ്ടു കഴിഞ്ഞു അല്ലെ, കാർഡിയോവാസ്കുലർ സിസ്റ്റം നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്ത് നമ്മൾ സെക്കൻഡ് സിസ്റ്റം ആയിട്ട് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് ജോയിന്റ്സ് ആണ്. ഓക്കെ, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഈ ജോയിന്റ്സിന്റെ ടൈപ്സ്, ഓക്കെ, ജോയിന്റ്സിന്റെ ടൈപ്സും അതിന്റെ ഒരു എക്സാമ്പിൾ തന്നിട്ട്, ഓക്കെ, എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ജോയിന്റ് ആണ്, ഓക്കെ, അങ്ങനെ സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്. അതും സാധാരണ സ്റ്റുഡൻസ് ഇങ്ങനെ കാണാപ്പാഠം പഠിക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്, പെട്ടെന്ന് മറന്നു പോകും. നമ്മൾ എക്സാം ഹാളിൽ പോകുമ്പോൾ ഓൾറെഡി ടെൻസ്ഡ് ആയിരിക്കും അല്ലെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരത്തില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയിപ്പോ മാറിപ്പോ ഈ ജോയിന്റ്സ് തമ്മിൽ. അപ്പം നമ്മൾ അത് ഒരു ഈ 3D അനിമേഷന്റെ സഹായത്തോടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് മറക്കാതിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് അത് ഓർത്തിരിക്കും. എങ്ങനെ ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് അത് ഈസി ആയിട്ട് നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ജസ്റ്റ് ടൈപ്സ് ഓഫ് സൈനോവിയൽ ജോയിന്റ്സ് ഒന്ന് നോക്കിയാലോ. ടൈപ്സ് ഓഫ് സൈനോവിയൽ ജോയിന്റ്സ് എന്താണ്? സൈനോവിയൽ ജോയിന്റ്സ് അതായത് നമ്മുടെ ജോയിന്റ്സിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ജോയിന്റ്സ് ആണ്. പിന്നെ അതിൽ ഒരു സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ടാവും അല്ലെ, ഫ്ലൂയിഡ് ഉണ്ടാകും. സോ ആ ടൈപ്പ് ജോയിന്റിനെയാണ് നമ്മൾ സൈനോവിയൽ ജോയിന്റ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് പല തരത്തിലുള്ള സൈനോവിയൽ ജോയിന്റ്സ് ഉണ്ട്. അതായത് ഈ നമ്മുടെ 3D ഒരു ഇമേജ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നമ്മുടെ ബോഡിയിലുള്ള സൈനോവിയൽ ജോയിന്റ്സ് എല്ലാം നമുക്ക് ഇതിൽ കാണാൻ പറ്റും അല്ലെ. സോ നമ്മൾ ഏതൊക്കെ ടൈപ്പാണ്? ഒന്ന് പിവോട്ട് ജോയിന്റ് ഉണ്ട്, പിന്നെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ഉണ്ട്, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ഉണ്ട്, പിന്നെ ഗ്ലൈഡിംഗ് ജോയിന്റ് ഉണ്ട്, പിന്നെ നമ്മുടെ ഹിഞ്ച് ജോയിന്റ്, പിന്നെ കോണ്ടൈലോയിഡ് ജോയിന്റ്, സാഡിൽ ജോയിന്റ്, അങ്ങനെയാണ് ഡിഫറെന്റ് ടൈപ്സ്. അതായത് 6 ടൈപ്സ് സൈനോവിയൽ ജോയിന്റ്സ് ഉണ്ട്. സോ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഈ 3D ഇമേജിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ, കേട്ടോ. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, അതിന്റെ മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റും അല്ലെ. അതായത് ഒരു ബോൾ ഉണ്ട്, പിന്നെ അതിലൊരു സോക്കറ്റ് ഉണ്ട്. ആ സോക്കറ്റിനകത്തേക്ക് ഈ ബോൾ ഇൻസേർട്ട് ചെയ്താണ് ഇരിക്കുന്നത്. സോ അതിനാണ് നമ്മൾ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ പെക്യൂലിയർ ഫീച്ചർ എന്താണ്? allows movement in all directions including rotation. അതായത് എല്ലാ പ്ലെയിനിലും ഉള്ള മൂവ്മെന്റിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഇതാണ് നമ്മുടെ ഒരു ആന്റീരിയർ വ്യൂ. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഹിപ്പ് ജോയിന്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്ക് ലാറ്ററൽ വ്യൂ ജസ്റ്റ് നോക്കി നോക്കാം കേട്ടോ. സൈഡിൽ നിന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും അല്ലെ. അതായത് ഇതിന്റെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോയിന്റ് ആണ് ഈ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റില് നമ്മുടെ ഹിപ്പ് ജോയിന്റ്. ഓക്കെ, 2 എക്സാമ്പിൾ ആണ് നമുക്ക് കൃത്യമായിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് പറഞ്ഞു വരുന്നത്. ഒന്ന് ഷോൾഡർ ജോയിന്റ്, രണ്ടാമത്തത് ഹിപ്പ് ജോയിന്റ്. ഓക്കെ, ഷോൾഡർ ജോയിന്റ്, ഹിപ്പ് ജോയിന്റ്. അതില് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹിപ്പ് ജോയിന്റ് ആണ്. ഓക്കെ, സോ ഇതിന്റെ ഒരു പെക്യൂലിയർ ഫീച്ചർ നമുക്ക് ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മറക്കത്തില്ല എന്ന് പറഞ്ഞ കാര്യം. അതായത് അലോസ് മൂവ്മെന്റ് ഇൻ ഓൾ ഡയറക്ഷൻ കേട്ടോ. അതായത് ഇൻക്ലൂഡിങ് റൊട്ടേഷൻ. അപ്പൊ നമ്മൾ ഈ കാണുന്ന മൂവ്മെന്റ് ഇല്ലേ, ഇതിനെയാണ് നമ്മൾ റൊട്ടേഷൻ. ഇത് ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ ഉണ്ട്, പിന്നെ ഇതാണ് നമ്മുടെ റൊട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ബോൾ ആ സോക്കറ്റിൽ കയറിയിട്ട് ഇരുന്നിട്ട് അത് അങ്ങനെ തന്നെ റൊട്ടേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ എല്ലാ പ്ലെയിനിലും ഇതിന്റെ മൂവ്മെന്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റില് എല്ലാ പ്ലെയിനിലും നമ്മുടെ മൂവ്മെന്റ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഇൻക്ലൂഡിങ് റൊട്ടേഷൻ മൂവ്മെന്റും നമുക്ക് ഇതാണ് റൊട്ടേഷൻ മൂവ്മെന്റ്. പിന്നെ ആന്റീരിയർ പോസ്റ്റീരിയർ മൂവ്മെന്റ് ഉണ്ട്, പിന്നെ ലാറ്ററൽ മൂവ്മെന്റ് ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ മൂവ്മെന്റ്സും ഇതിൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. രണ്ടാമത്തേത് നമ്മുടെ കോണ്ടൈലോയിഡ് ജോയിന്റ് ആണ്. ഓക്കെ, കോണ്ടൈലോയിഡ് ജോയിന്റ്. എന്താണ് കോണ്ടൈലോയിഡ് ജോയിന്റ്? ഇതിന് വേറൊരു പേരുണ്ട്. കോണ്ടൈലോയിഡ് ജോയിന്റിന് വേറൊരു പേരുണ്ട്. എന്താണ് വേറൊരു പേര്? എലിപ്സോയിഡ് ജോയിന്റ്. ഓക്കെ, എലിപ്സോയിഡ് ജോയിന്റ് എന്നും ഈ കോണ്ടൈലോയിഡ് ജോയിന്റിന് പേരുണ്ട്. അതിന്റെ ഫീച്ചർ എന്ന് പറയുന്നത് അലോസ് മൂവ്മെന്റ് ബട്ട് നോ റൊട്ടേഷൻ.
അതായത് ഇതില് ഈ കോണ്ടൈലോയിഡ് ജോയിന്റിന് രണ്ട് പ്ലെയിനിലുള്ള മൂവ്മെന്റ് സാധ്യമാണ്, പക്ഷെ റൊട്ടേഷൻ സാധ്യമല്ല. അതായത് അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് മെറ്റാകാർപ്പോ ഫെലാഞ്ചിയൽ ജോയിന്റ്. ഓക്കെ, മെറ്റാകാർപ്പോ ഫെലാഞ്ചിയൽ ജോയിന്റ് ആണ് ഈ കോണ്ടൈലോയിഡ് ജോയിന്റിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. സോ അതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് അത് രണ്ട് പ്ലെയിനിൽ അതിന്റെ മൂവ്മെന്റ് ഉണ്ടാവും, പക്ഷെ എന്താണ് റൊട്ടേഷൻ. നമ്മൾ നേരത്തെ ഹിപ്പ് ജോയിന്റിൽ കണ്ടതുപോലെ റൊട്ടേഷൻ പോസിബിൾ അല്ല, പക്ഷെ രണ്ട് തരത്തില് രണ്ട് പ്ലെയിനിലാണ് മൂവ്മെന്റ്. അതായത് ആന്റീരിയർ പോസ്റ്റീരിയർ, അതായത് ആന്റീരിയർ പോസ്റ്റീരിയറിലേക്ക് ഒരു ജോയിന്റ് ഉണ്ട്, പിന്നെ ലാറ്ററലേക്ക് സൈഡ് വേസിലും ജോയിന്റ് ഉണ്ട്. നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല, കണ്ടോ, ആന്റീരിയറിലും പോസ്റ്റീരിയറിലും അതിന്റെ ജോയിന്റ് ഉണ്ട്, പിന്നെ എന്താണ്, പിന്നെ അതിന്റെ സൈഡ് വേസും ജോയിന്റ് ഉണ്ട്. അതിനെയാണ് മെറ്റാകാർപ്പോ ഫെലാഞ്ചിയൽ ജോയിന്റ്. എക്സാമ്പിൾ എന്താണ്, എക്സാമ്പിൾ ഫോർ കോണ്ടൈലോയിഡ് ജോയിന്റ് അല്ലെങ്കിൽ എലിപ്സോയിഡ് ജോയിന്റ്. ഓക്കെ, എലിപ്സോയിഡ് ജോയിന്റ്. നെക്സ്റ്റ് പിവോട്ട് ജോയിന്റ്. ഓക്കെ, പിവോട്ട് ജോയിന്റ് എന്താണ് പിവോട്ട് ജോയിന്റ് എന്ന് പറയുന്നത്? Pivot joint allows for rotational movement around a single axis. നമ്മുടെ ഈ ഡയഗ്രാമിൽ കേട്ടോ വളരെ നന്നായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എന്താണ്, അതായത് റൊട്ടേഷണൽ മൂവ്മെന്റ് ഇൻ എ സിംഗിൾ ആക്സസ്. ഇങ്ങനെ ഇരുന്നിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ഒറ്റ ആക്സസിൽ തന്നെ ഇരുന്നിട്ട് റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഏത് ജോയിന്റ് ആണ്? പിവോട്ട്. പിവോട്ട് എന്ന് പറഞ്ഞാൽ ഇരുന്നിട്ട് ഇങ്ങനെ കറങ്ങുന്നത് തന്നെയാണ് പിവോട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഡയഗ്രത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ ഒരു 3D ഇമേജിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും പിവോട്ട് ജോയിന്റ്. അതിന്റെ എക്സാമ്പിൾ എന്താണ്? നമ്മുടെ എൽബോ ജോയിന്റില് വരുന്നുണ്ട് ഈ പിവോട്ട് ജോയിന്റ്. അതുകൂടാതെ തന്നെ നമ്മുടെ അറ്റ്ലാന്റോ ആക്സിയൽ ജോയിന്റ് അല്ലെങ്കിൽ ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെർവൈക്കൽ വെർട്ടിബ്രയിൽ. അതുകൊണ്ടാണ് നമുക്ക് ഈ പിവോട്ട് ജോയിന്റ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഹെഡ് ഇങ്ങനെ രണ്ട് ഡയറക്ഷനിലേക്കും ടേൺ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ടേൺ ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ജോയിന്റ് ആണ് ഹിഞ്ച് ജോയിന്റ്. ഓക്കെ, ഹിഞ്ച് ജോയിന്റ് എന്താണ് ഹിഞ്ച് ജോയിന്റ് അല്ലെങ്കിൽ ഹിഞ്ചിന്റെ മീനിങ് എന്താണ്? നമുക്ക് ഈ ഡയഗ്രാമിൽ 3D ഇമേജിൽ വളരെ കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഹിഞ്ച് ജോയിന്റ് എന്താണ്? ഇവിടെ ഈ ഇമേജിൽ കാണാം, നമ്മുടെ കഥകളൊക്കെയുള്ള വിജാഗിരി അല്ലെ, അതാണ് ഹിഞ്ച് ജോയിന്റ്. അപ്പം ഹിഞ്ച് ജോയിന്റ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? യൂഷ്വലി ബെൻഡിങ് ആൻഡ് സ്ട്രൈറ്റിംഗ് മോഷൻ, അതായത് നമുക്ക് ഫ്ലെക്സ് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതിനാണ് നമ്മൾ സാധാരണ ഈ ഹിഞ്ച് ജോയിന്റ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നീ ജോയിന്റ്. ഓക്കെ, നീ ജോയിന്റ് ഈ ഹിഞ്ച് ജോയിന്റിന് ഒരു എക്സാമ്പിൾ ആണ്. ഇതാണ് നമുക്ക് ടേൺ ചെയ്ത് നമുക്ക് ജസ്റ്റ് കാണാം. ഇതാണ് നമ്മുടെ പെറ്റല്ല വരുന്നത്, ഇതാണ് ഇവിടെ നമ്മുടെ ഫീമർ വരുന്നുണ്ട്, ഇവിടെ നമ്മുടെ ടിബിയ വരുന്നുണ്ട്. സോ നീ ജോയിന്റ് നമ്മുടെ ഹിഞ്ച് ജോയിന്റിന് ഒരു എക്സാമ്പിൾ ആണ്. നിങ്ങൾ മറക്കത്തില്ലല്ലോ. ഇനി ഞാനൊരു ചെറിയൊരു ടിപ്പ് കൂടെ പറഞ്ഞുതരാം. അതായത് നമ്മുടെ കോമൺലി നമുക്ക് എക്സാമിന് ചോദിച്ച് വരുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ അപ്പർ ലിംബ് അല്ലെങ്കിൽ നമ്മുടെ ആംസിന്റെ ജോയിന്റ്സ് ആണ് സാധാരണ എക്സാമിന് ചോദിച്ചു വരുന്നത്. ഓക്കെ, സോ അതില് ഞാൻ ജസ്റ്റ് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. HEEH. ഓക്കെ, അങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് മറന്നു പോകത്തില്ല. അതായത് H എന്ന് പറഞ്ഞാൽ H ഫോർ ഹിഞ്ച് ജോയിന്റ്. ഓക്കെ, അതായത് നമ്മുടെ എൽബോ എന്ന് പറയുന്നത് ഹിഞ്ച് ജോയിന്റിന് ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ രണ്ടാമത്തത് ഞാൻ പറഞ്ഞ HE അല്ലെ, E എന്ന് പറഞ്ഞാൽ എലിപ്സോയിഡ് ജോയിന്റ് അല്ലെങ്കിൽ കോണ്ടൈലോയിഡ് ജോയിന്റ്. ഓക്കെ, അതാണ് നമ്മുടെ റിസ്റ്റ് ജോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, കോണ്ടൈലോയിഡ് ജോയിന്റിന് ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ വീണ്ടും ഈ പറഞ്ഞല്ലേ, അതായത് നമ്മുടെ മെറ്റാകാർപ്പോ ഫെലാഞ്ചിയൽ ജോയിന്റ് എന്ന് പറയുന്നത് ഒരു എലിപ്സോയിഡ് അല്ലെങ്കിൽ കോണ്ടൈലോയിഡ് ജോയിന്റിന്റെ എക്സാമ്പിൾ ആണ്. പിന്നെ വീണ്ടും നമ്മൾ പറയുന്നത് ഇന്റർഫെലാഞ്ചിയൽ ജോയിന്റ്. ഇതാണ് നമ്മുടെ ഇന്റർഫെലാഞ്ചിയൽ ജോയിന്റ്, അത് ഒരു ഹിഞ്ച് ജോയിന്റിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ സാധാരണ ഈ അപ്പർ എക്സ്ട്രിമിറ്റീസിലെ ജോയിന്റ്സ് ആണ് ചോദിക്കുന്നത്. അപ്പൊ HEEH അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സൈനോവിയൽ ജോയിന്റ് ആണ് സാഡിൽ ജോയിന്റ്. ഓക്കെ, സാഡിൽ ജോയിന്റ് നമുക്ക് ഇവിടെ ഈ ഡയഗ്രത്തിൽ കാണാം കേട്ടോ. ഇത് ഒരു 3D ഇമേജിൽ നമുക്ക് കാണാം, വളരെ വ്യക്തമായിട്ട് കാണാം. ഇതാണ് നമ്മുടെ ഒരു സാഡിൽ ജോയിന്റിന്റെ എക്സാമ്പിൾ. അതായത് കാർപ്പോ മെറ്റാകാർപ്പൽ ജോയിന്റ് എന്ന് നമ്മൾ പറയും. പ്രത്യേകിച്ച് നമ്മുടെ തമ്പിൽ വരുന്ന ജോയിന്റ്. ഓക്കെ, അത് സ്പെസിഫിക്കലി അങ്ങനെ തന്നെ ചോദിക്കും. തമ്പിൽ വരുന്ന ജോയിന്റ് എന്തിന്റെ എക്സാമ്പിൾ ആണെന്ന് ചോദിക്കാം. അത് ഒരു സാഡിൽ ജോയിന്റിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. നമുക്കിത് കൃത്യമായിട്ട് കാണാം. ഇവിടെ ഒരു കോൺവെക്സ് ഷേപ്ഡ് സ്ട്രക്ചർ ഉണ്ട്, ഒരു കോൺകേവ് ഷേപ്ഡ് സ്ട്രക്ചർ ഉണ്ട് കേട്ടോ. ഇതിൽ കാണാം, ഇതൊരു കോൺവെക്സ് സ്ട്രക്ചർ ആണ്, ഇതൊരു കോൺകേവ് സ്ട്രക്ചർ ആണ്. സോ ഈ ജോയിന്റിനെയാണ് നമ്മൾ പറയുന്നത് സാഡിൽ ജോയിന്റ്. ഓക്കെ, സാഡിൽ ജോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഗ്ലൈഡിംഗ് ജോയിന്റ് ആണ്. ഓക്കെ, ഗ്ലൈഡിംഗ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ജസ്റ്റ് തെന്നി മാറുന്ന ഒരു ജോയിന്റ്. അതായത് ഈ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു മോഷൻ മാത്രമേ ഈ ഗ്ലൈഡിംഗ് ജോയിന്റിൽ വരുന്നുള്ളൂ. സോ അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്
ഇൻ ജോയിന്റ് ബിറ്റ്വീൻ ദ ടാർസൽ ബോൺ, നമ്മുടെ കാലിലെ ടാർസൽ ബോൺസിനിടയിലുള്ള ജോയിന്റ് ആണ് നമ്മുടെ ഗ്ലൈഡിംഗ് ജോയിന്റിന് എക്സാമ്പിൾ ആയിട്ട് വരുന്ന അതിന്റെ മൂവ്മെന്റ് നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതായത് ജസ്റ്റ് ഗ്ലൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ഗ്ലൈഡിംഗ് ജോയിന്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒരു PSC എക്സാമിന്, അതായത് ഡിസംബർ 2021 ചോദിച്ച ഒരു PSC എക്സാമിന്റെ ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾക്ക് തരാം. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും നമ്മൾ എങ്ങനെ പഠിക്കുന്നത് നമുക്ക് എത്രമാത്രം പ്രയോജനം ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാവും. സോ അതിന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. 2021 സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 ഡിസംബർ മാസത്തിൽ നടന്ന സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 അതിന്റെ എക്സാം ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹിഞ്ച് ജോയിന്റ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതിന്റെ ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഓപ്ഷൻ എ എൽബോ ജോയിന്റ്, ബി ഷോൾഡർ ജോയിന്റ്, സി ഹിപ്പ് ജോയിന്റ്, ഡി അറ്റ്ലാന്റോ ആക്സിയൽ ജോയിന്റ്. ഓക്കെ, സോ അതിന്റെ ആൻസർ എന്താണ്? ഞാൻ ഈ പറഞ്ഞ വെച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടുന്നുണ്ട്. അതായത് ഹിഞ്ച് ജോയിന്റിന്റെ എക്സാമ്പിൾ ഇതിലേതാണ്? ഓപ്ഷൻ എ ആണല്ലേ, അതായത് എൽബോ ജോയിന്റ് ആണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ നമ്മൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കൃത്യമായിട്ടുള്ള ആൻസർ എക്സാമിന് കൊടുക്കാൻ കഴിയും. അപ്പൊ നമ്മള് 2 സിസ്റ്റം കണ്ടു കഴിഞ്ഞു അല്ലെ, അതായത് കാർഡിയോവാസ്കുലർ സിസ്റ്റം പിന്നെ ജോയിന്റ്സ്. ഓക്കെ, രണ്ടും നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മള് മൂന്നാമത്തെ സിസ്റ്റം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസ്പിറേറ്ററി സിസ്റ്റം ആണ്. ഓക്കെ, റെസ്പിറേറ്ററി സിസ്റ്റം ആണ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, നമുക്ക് സമയം കുറവായത് കാരണം എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ടൈം ലിമിറ്റ് ഉണ്ട്. ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് അനിമേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ എല്ലാ ക്ലാസ്സസും ഇതുപോലെ AI-യും അനിമേഷനും വെച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും നമ്മുടെ എല്ലാ സിസ്റ്റംസും എല്ലാ സ്പെഷ്യാലിറ്റീസും എടുക്കുക. ഓക്കെ, സോ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, മെയിൻലി റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരുന്ന ബോഡി പാർട്സ് അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. സോ നമുക്ക് ഈ ഡയഗ്രത്തിൽ നമ്മൾ കാണുന്ന പോലെ തന്നെ, ഈ 3D ഇമേജിൽ നമ്മൾ കാണുന്ന പോലെ തന്നെ നമുക്ക് നോസ് ആൻഡ് നേസൽ ക്യാവിറ്റി, നമ്മുടെ നോസ് ആൻഡ് നേസൽ ക്യാവിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് ഫാരിങ്സ് ഉണ്ട് അല്ലെ, ഫാരിങ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കോമൺ പാത്വേ ഫോർ ഫുഡ് ആൻഡ് എയർ ആണ്. എയറിനും നമ്മുടെ ഫുഡിനുള്ള ഒരു കോമൺ പാത്വേ ആണ് നമ്മുടെ ഫാരിങ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ലാരിങ്സ് ഉണ്ട്. ലാരിങ്സ് എന്താണ്? സൗണ്ട് ബോക്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യമാണ് അല്ലെ. ലാരിങ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ട്രക്കിയ ഉണ്ട്. ഓക്കെ, ട്രക്കിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നമുക്കിവിടെ കാണാൻ പറ്റും, നമ്മുടെ ട്രക്കിയ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രോങ്കസ് ഉണ്ട് അല്ലെ, അതായത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് മെയിൻ ബ്രോങ്കസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിലെല്ലാം പ്രത്യേകിച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട്. നമ്മളത് പറയും, വരുന്ന വീഡിയോസിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. പിന്നെ അതുകൂടാതെ നമുക്ക് ലങ്സ് ഉണ്ട്, പിന്നെ ലങ് ആൽവിയോള ഉണ്ട്, പിന്നെ നമ്മുടെ ഡയഫ്രം ഉണ്ട്. സോ ഇത്രയും സ്ട്രക്ചേഴ്സ് ചേർന്നിട്ടാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം വരുന്നത്. ഓക്കെ, റെസ്പിറേറ്ററി സിസ്റ്റം വരുന്നത്. നെക്സ്റ്റ് ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ്. ഇതും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. നമ്മുടെ പാരാനേസൽ സൈനസസ്. ഓക്കെ, പാരാനേസൽ സൈനസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോസ്, ഇത് ഇവിടെയാണ് നമ്മുടെ നോസ് ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ നോസ്. അപ്പൊ നോസിന്റെ അറൗണ്ട്, അതാണ് പാര എന്ന് പറയുന്നത്. അപ്പം നോസിന് ചുറ്റുമിരിക്കുന്ന സൈനസ് അല്ലെങ്കിൽ എയർ ക്യാവിറ്റീസിനെയാണ് നമ്മൾ പാരാനേസൽ സൈനസ് എന്ന് പറയുന്നത്. സോ നമുക്ക് 2 ഫ്രണ്ടൽ സൈനസ് ഉണ്ട്, പിന്നെ എത്മോയിഡൽ സൈനസ് ഉണ്ട്, സ്ഫീനോയിഡ് സൈനസ് ഉണ്ട്, മാക്സിലറി സൈനസ് ഉണ്ട്. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ സൈനസ് ഏതാണെന്ന് നമുക്ക് സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്. ആൻസർ എന്ന് പറയുന്നത് മാക്സിലറി സൈനസ് ആണ്. ഓക്കെ, മാക്സിലറി സൈനസ് ആണ് ലാർജസ്റ്റ് സൈനസ് അല്ലെങ്കിൽ പാരാനേസൽ സൈനസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് വീണ്ടും നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഒരു 3D ഇമേജ് ആണ്. ഇതിൽ നമുക്ക് 1-2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. സാധാരണ എക്സാമിന് ചോദിക്കുന്നത്, ഓക്കെ, നമുക്ക് ഒരു ഇമേജ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ ഒരു 3D ഇമേജ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മറക്കത്തില്ല, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓർത്തിരിക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് 2 ലങ്സ് ഉണ്ട് അല്ലെ, ഒന്ന് നമുക്ക് റൈറ്റ് ലങ് ഉണ്ട്, ലെഫ്റ്റ് ലങ് ഉണ്ട്. ഓക്കെ, റൈറ്റിലും ലെഫ്റ്റും ലങ്സ് ഉണ്ട് നമുക്ക്. അതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ചിരിക്കുക.
റൈറ്റ് ലങ്. ഓക്കെ, റൈറ്റ് ലങ് എന്ന് പറയുന്നത് റൈറ്റ് ലങ്ങിന് എത്ര ലോബ്സ് ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലേ? ഇവിടെ ഇതാണ്ട്, ഇത് നമ്മുടെ അപ്പർ ലോബാണ്, അത് ഒന്നാമത്തെ ലോബാണ്. പിന്നെ നമുക്ക് മിഡിൽ ലോബ് ഉണ്ട്, അത് രണ്ടാമത്തെ ലോബാണ്. പിന്നെ നമുക്ക് ലോവർ ലോബ് ഉണ്ട്, അത് മൂന്നാമത്തെ ലോബാണ്. അതേസമയം നമ്മുടെ ലെഫ്റ്റ് ലങ്ങിനാണെങ്കിലും 2 ലോബ്സ് ആണ്, അപ്പർ ലോബും ലോവർ ലോബും. അങ്ങനെ 2 ലോബ്സ് മാത്രമേ ഉള്ളൂ. നമുക്കിത് എങ്ങനെ ഓർത്തിരിക്കാം? 32 അല്ലെ, 32 എന്നുള്ള സംഖ്യ വെച്ച് നമുക്ക് ഓർത്തിരിക്കാം. റൈറ്റ് സൈഡിൽ 3 ലോബ്സും ലെഫ്റ്റ് സൈഡിൽ 2 ലോബ്സും. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഞാനിവിടെ പറഞ്ഞു, ഇതാണ് നമ്മുടെ ട്രക്കിയ അല്ലെ, ഇതാണ് നമ്മുടെ ട്രക്കിയ. ഓക്കെ, സോ ട്രക്കിയ ഡിവൈഡ് ചെയ്യുന്ന, ട്രക്കിയ നമ്മുടെ മെയിൻ ബ്രോങ്കസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് നമ്മുടെ മെയിൻ ബ്രോങ്കസ്, അതായത് നമ്മുടെ റൈറ്റ് മെയിൻ ബ്രോങ്കസ്, ഇത് നമ്മുടെ ലെഫ്റ്റ് മെയിൻ ബ്രോങ്കസ് അല്ലെ, റൈറ്റ് മെയിൻ ബ്രോങ്കസും ലെഫ്റ്റ് മെയിൻ ബ്രോങ്കസും. സോ ഇത് രണ്ടും ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. ഈ ഏരിയ പറയുന്ന പേരാണ് എന്ത്? ആർക്കെങ്കിലും അറിയാവോ? ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാവുന്ന ഏരിയ ആണ്. കരീന. ഓക്കെ, കരീന, CARINA, കരീന ആണ് നമ്മുടെ ട്രക്കിയ വന്നിട്ട് റൈറ്റും ലെഫ്റ്റും ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു ഏരിയ. ഓക്കെ, റൈറ്റ് ലെഫ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് കരീന എന്ന് പറയുന്നത്. ഓക്കെ, സോ പിന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത് ഞാൻ നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിൽ തന്നെ കാണിച്ചു തരാം. ഈ കരീന ഫോം ചെയ്യുന്ന അനാറ്റമിക്കൽ ലൊക്കേഷൻ ഏതാണ്? ഓക്കെ, കരീന ഫോം ചെയ്യുന്ന അനാറ്റമിക്കൽ ലൊക്കേഷൻ ഏതാണ്? അത് T5 ആണ്, തൊറാസിക് വെർട്ടിബ്ര 5 ആണ് നമ്മുടെ കരീന ഫോം ചെയ്യുന്ന അനാറ്റമിക്കൽ ലൊക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമുക്ക് ഇതാണ്ട് ഈ 3D ഇമേജിൽ കാണാൻ, നമുക്ക് ഞാൻ പറഞ്ഞു റൈറ്റും ലെഫ്റ്റ് മെയിൻ ബ്രോങ്കസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റൈറ്റ് ബ്രോങ്കസും റൈറ്റ് മെയിൻ ബ്രോങ്കസും ലെഫ്റ്റ് മെയിൻ ബ്രോങ്കസും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, റൈറ്റ് മെയിൻ ബ്രോങ്കസ് എന്ന് പറഞ്ഞാൽ അത് വൈഡ് ആണ്, അത് ഷോർട്ട് ആണ്. ഓക്കെ, നമുക്ക് കാണാൻ ഒരു ഡയഗ്രത്തില്, ഇനി ഇത് മറക്കത്തില്ലല്ലോ. ലെഫ്റ്റ് എന്താ സംഭവം? ലെഫ്റ്റ് കുറച്ചുകൂടെ ലെങ്ത് കൂടുതലാണ് അല്ലെ, ലെങ്ത് കൂടുതലാണ്, കുറച്ചുകൂടെ ഇലോങ്ങേറ്റഡ് ആണ്, കുറച്ചുകൂടെ നാരോ ആണ്. നമ്മൾ റൈറ്റ് വെച്ച് നോക്കും, കാണാമല്ലോ ഇമേജിൽ, കണ്ടോ? ഇത് കുറച്ചുകൂടെ വൈഡ് ആണ്, ഈ ലെഫ്റ്റിലുള്ളത് കുറച്ചുകൂടെ നാരോ ആണ്. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എക്സാമിന് ചോദിക്കാം, ഒരു ഫോറിൻ ബോഡി ആസ്പിരേഷൻ. ഓക്കെ, നമുക്ക് ഇപ്പം നമ്മുടെ എയർവേയിലേക്ക് ഒരു ഫോറിൻ ബോഡി ആസ്പിരേഷൻ വന്നു കഴിഞ്ഞാലും ഏത് ലോബിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ? ഈ ഡയഗ്രാം വെച്ചിട്ട് വളരെ ഈസി അല്ലേ നമുക്കത് ഓർത്തെടുക്കാൻ. അതായത് ഷോർട്ട് ആയിട്ടുള്ള ഏരിയ, വൈഡ് ആയിട്ടുള്ള ഏരിയ എവിടെയാണ്, ഏത് മെയിൻ ബ്രോങ്കസ് ആണ്, അവിടേക്കായിരിക്കും മിക്കവാറും നമ്മുടെ ഫോറിൻ ബോഡി പോകാനുള്ള സാധ്യത. അപ്പം റൈറ്റ് ലോബിലേക്കാണ് ഫോറിൻ ബോഡി പോകാനുള്ള സാധ്യത എയർവേയിൽ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിച്ചു തരാം. കേട്ടോ, ഇതാണ് നമ്മുടെ ശരിക്കുള്ള നമ്മുടെ ചെസ്റ്റ് കാവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഇതൊരു ആന്റീരിയർ വ്യൂ ആണ്, നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പോസ്റ്റീരിയർ വ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ വെർട്ടിബ്ര ഉണ്ട്, ഈ റിബ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്ത് കവർ ചെയ്ത് നിർത്തുന്നതാണ്. നമ്മുടെ ചെസ്റ്റിലെ ഓർഗൻസ്, ലങ്സിനും ഹാർട്ടിനും ഒക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു സ്ട്രക്ചർ ആണ് നമ്മുടെ റിബ്സ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഇടയിൽ, റിബ്സിനിടയിൽ മസിൽസ് ഉണ്ട് അല്ലെ, അതിന് നമ്മൾ പറയും ഇന്റർകോസ്റ്റൽ മസിൽസ് അല്ലെ. സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ ഇത്രയും കാര്യങ്ങൾ? ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വീണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കണ്ട, ഈ ഡയഗ്രാം നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കുക. 3D ഇമേജ് ആണ്, പല രീതിയിൽ നമുക്ക് പല വ്യൂസ് നമുക്ക് ടേൺ ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, സോ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പിന്നെയും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എത്ര റിബ്സ് ഉണ്ട് അല്ലെങ്കിൽ എത്ര പെയർ റിബ്സ് ഉണ്ട്? വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയാം, 12 പെയേഴ്സ് അല്ലെ, അല്ലെങ്കിൽ 12 ജോഡി റിബ്സ് നമുക്കുണ്ട്. അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഈ റിബ്സിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ ഡയഗ്രത്തിൽ കാണാം? അതെ, ട്രൂ റിബ്സ് എന്ന് പറയും, ഫോൾസ് റിബ്സ് എന്ന് പറയും, പിന്നെ ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് പറയും അല്ലെ. ഇത് എന്തുകൊണ്ടാണ് ഇതിന്റെ ട്രൂ റിബ്സ് എന്ന് പറയുന്നത്? അല്ലെ, നിങ്ങൾ ഇത് കണ്ടു നോക്കി, നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ എത്ര പെയേഴ്സ് ആണ് നമ്മുടെ ട്രൂ റിബ്സ് എന്ന് പറയുന്നത്. എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7 പെയർ റിബ്സ് ആണ് നമുക്ക് ട്രൂ റിബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് അതിന്റെ ട്രൂ റിബ്സ് എന്ന് പറയുന്നത്? ഈ ഡയഗ്രത്തിനൊന്ന് നോക്കിക്കുക, ഇത് ആന്റീരിയർ വ്യൂ ആണ്, ഇത് ലാറ്ററൽ വ്യൂ ആണ്, ഇത് പോസ്റ്റീരിയർ വ്യൂ ആണ്. എന്തെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ? എന്തായിരിക്കും അതിന് ട്രൂ റിബ്സ് എന്ന് പറയാനുള്ള കാരണം? സോ ട്രൂ റിബ്സ് എന്ന് പറയാനുള്ള കാരണം, ഈ റിബ്സ് വന്നിട്ട് എന്താണ്, സ്റ്റേണുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നു. അതുകൊണ്ടാണ് ഇതിന് ട്രൂ റിബ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ റിബ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിന് ആന്റീരിയർ അല്ലെങ്കിൽ ഫ്രണ്ട് പോർഷനിൽ സ്റ്റേണവുമായിട്ട് അതിന് കണക്ഷൻ വരുന്നുണ്ട്. ബാക്കിൽ പോസ്റ്റീരിയറിൽ പോയി കഴിഞ്ഞാലോ അത് റിബ്സുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. സോ അതുകൊണ്ടാണ് നമ്മൾ ട്രൂ റിബ്സ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് നമുക്ക് ഈ 7 കഴിഞ്ഞാൽ 8, 9, 10 ഈ 3 പെയേഴ്സ് എന്ന് പറയുന്നത് ഫോൾസ് റിബ്സ് ആണ്. ഓക്കെ, ഫോൾസ് റിബ്സ്. എന്തുകൊണ്ടാണ് അതിനെ ഫോൾസ് റിബ്സ് എന്ന് പറയുന്നത്? ഈ 8, 9, 10 ഈ റിബ്സിനെ ഫോൾസ് റിബ്സ് എന്ന് പറയും. കാരണം എന്താണ്? ഇതിന് ബാക്ക് നോക്കിക്കേ, ബാക്ക് അത് നമ്മുടെ വെർട്ടിബ്രയിൽ പോകുന്നുണ്ട്, ഈ 8, 9, 10 ഈ 3 പെയറും. പക്ഷെ ആന്റീരിയർ അല്ലെങ്കിൽ ഫ്രണ്ടിൽ വരുമ്പോൾ എന്താണ്, അത് ഡയറക്റ്റ് സ്റ്റേണുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അതിന്റെ ഫോൾസ് റിബ്സ് എന്ന് പറയുന്നത്. ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വേറൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് 2 പെയർ, അതായത് 11th 12th പെയർ റിബ്സ് ഉണ്ട്. അത് കണ്ടേ, നമുക്ക് ആന്റീരിയറിൽ അത് കാണാനേ പറ്റുന്നില്ല, ആന്റീരിയർ വ്യൂവിൽ അത് കാണാനേ പറ്റുന്നില്ല. 11th 12th അതായത് അവസാനത്തെ 2 പെയർ എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് റിബ്സ് ആണ്. അതിന്റെ പോസ്റ്റീരിയർ വ്യൂവിൽ നോക്കിക്കേ, എന്താണ് അവിടെ സംഭവം? ഇതിന് കണക്ഷൻ ഉള്ളതാകെ പോസ്റ്റീരിയറിൽ വെർട്ടിബ്രെ മാത്രമായിട്ട് ഇതിന് കണക്ഷൻ ഉള്ളൂ. ആന്റീരിയറിൽ അതിന് കണക്ഷൻ ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേണത്തിൽ അതിന് കണക്ഷൻ ഇല്ല. അതുകൊണ്ടാണ് അതിനെ ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി നിങ്ങൾ ഇത് മറക്കോ? ഇനി ഇത് മറക്കത്തില്ലല്ലോ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ലങ്സ്. ഓക്കെ, ലങ്സിന്റെ ഓക്സിജനേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ എയർ എക്സ്ചേഞ്ച് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മുടെ അപ്പർ എയർവേ, അതായത് നോസ്, നെയ്സൽ ക്യാവിറ്റി, അതിൽ കൂടെ നമുക്ക് എന്താണ്, നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോഴത്തേക്ക് എയർ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. അത് നമ്മുടെ ലാരിങ്സ്, ട്രക്കിയ വഴി റൈറ്റ് ആൻഡ് ലെഫ്റ്റ് മെയിൻ ബ്രോങ്കസ് വഴി നമ്മുടെ ലങ്സിലേക്ക് പോകുന്നു, അല്ലെ? ലങ്സിലേക്ക് പോകുന്നു. ലങ്സിൽ വന്നിട്ട് എന്താ സംഭവിക്കുന്നത്? എവിടെയാണ് ഈ ഗേഷ്യസ് എക്സ്ചേഞ്ച് നമ്മുടെ എയർവേയിൽ അല്ലെങ്കിൽ നമ്മുടെ ലങ്സിൽ എവിടെയാണ് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്? നമുക്കൊരു ചെറിയ തിന്നായിട്ടുള്ള ഒരു മെംബ്രെയിൻ ഉണ്ട്, അല്ലെ? അതായത് നമ്മുടെ സോപ്പിന്റെ ഒക്കെ ബബിള് പോലെ അല്ലെങ്കിൽ അതിന്റെ കുമിള പോലെയുള്ള തിന്നായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? ആൽവിയോളൈ, അല്ലെ? ആൽവിയോളൈ അല്ലെങ്കിൽ ആൽവിയോളാർ സാക്ക് ആണ്. നമുക്കിത് ഈ ഡയഗ്രത്തിൽ വളരെ നന്നായിട്ട് കാണാൻ പറ്റും, അല്ലെ? അപ്പൊ ഇത് ഈ ഓരോരോ ചെറിയ ബബിള് പോലെ ഇരിക്കുന്നില്ല. അപ്പൊ ഇതിനെയാണ് ഇൻഡിവിജ്വൽ ആൽവിയോളൈ. ഓക്കെ, ഇൻഡിവിജ്വൽ ആൽവിയോളൈ എന്ന് പറയുന്നത് ഈ ഓരോരോ സ്ട്രക്ചർ ആണ്. എന്താണ് അത്? വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അല്ലെ? കാണാനായിട്ട് കണ്ടോ, ഒരു ജസ്റ്റ് ഒരു ബബിള് പോലെ ഇരിക്കുന്ന ആൽവിയോളൈ, അതിനെ കവർ ചെയ്തിട്ട് കാപ്പിലറീസ് ഉണ്ട്, അല്ലെ? അതാണ്ട് ഈ ഡയഗ്രത്തിൽ കാണാം, അല്ലെ? കണ്ട കാപ്പിലറീസ്. അപ്പൊ ഈ കാപ്പിലറീസ് ആണ് നമ്മുടെ ഗേഷ്യസ് എക്സ്ചേഞ്ചിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ കാപ്പിലറീസ് ആണ് കണ്ട, ഓരോന്നും കവർ ചെയ്ത്, ഓരോ ആൽവിയോളൈയും കവർ ചെയ്ത് വളരെ ഭംഗിയായിട്ട് ഒരു നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറീസ് ഉണ്ട്, അല്ലെ? അപ്പൊ അതാണ് നമ്മുടെ ഗേഷ്യസ് എക്സ്ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യുന്നത്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാനിത് പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഞാനിത് കാണിച്ചു തരാം. കണ്ടോ, നമ്മള് എന്താ സംഭവിക്കുന്നത് ഇവിടെ? ഇത് നമ്മുടെ ബ്ലഡ് ആണ്, ഇത് നമ്മുടെ എയർവേ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ലങ്സ് ആണ്. അപ്പം നമ്മുടെ ഓക്സിജൻ എന്താ സംഭവിക്കുന്ന? ഓക്സിജൻ നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന എയറിൽ നിന്നുള്ള ഓക്സിജൻ നമ്മുടെ ആൽവിയോളൈ വഴി നമ്മുടെ ബ്ലഡിലേക്ക് പോകുന്നു. ഓക്സിജൻ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഇൻഹേൽ ചെയ്യുമ്പോൾ നമ്മുടെ ആൽവിയോളയിൽ നിന്നുള്ള ഓക്സിജൻ നമ്മുടെ ബ്ലഡിലേക്ക് പോകുന്നു, അവിടെ പെർഫ്യൂഷൻ നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മളെ ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ കാണാം. കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക്, അതായത് ലങ്സിലേക്ക് വന്നിട്ട് നമ്മൾ എക്സേൽ ചെയ്യുമ്പോഴത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ പ്രോസസ് ഓഫ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. ഓക്കെ, സോ നമുക്കിത് ഇത്രയും മനസ്സിലായല്ലോ. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, അതിന്റെ ഇമ്പോർട്ടന്റ് ഓർഗൻസ്, സ്ട്രക്ചേഴ്സ്, പിന്നെ നമ്മുടെ റിബ്സ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാംസിന് ചോദിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ആൽവിയോളാർ സാക്ക്, പിന്നെ നമ്മുടെ കരീന, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഈ പഠിച്ച കാര്യം നമ്മൾ ഇതുവരെ ഇനി മറക്കത്തില്ലല്ലോ, അല്ലെ? സോ അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ 3 സിസ്റ്റം, അതായത് കാർഡിയോവാസ്കുലർ സിസ്റ്റം, ജോയിന്റ്സ്, റെസ്പിറേറ്ററി സിസ്റ്റം, ഇത് 3 നമ്മൾ അനിമേഷന്റെ സഹായത്തോടെ എങ്ങനെ പഠിക്കാം എന്നുള്ളതിന്റെ ഒരു ജസ്റ്റ് ക്വിക്ക് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ അല്ലെങ്കിൽ റിവ്യൂ ആയിരുന്നു നമ്മൾ ഇതുവരെ കണ്ടത്. ഓക്കെ, സോ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവല്ലോ, നമ്മളിങ്ങനെ അനിമേഷൻ വഴി വളരെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടും കേട്ടും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറയുന്നത് ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്നാണ്. ഓക്കെ, ഫോട്ടോഗ്രാഫിക് മെമ്മറി, അതായത് നമ്മൾ കണ്ടും കേട്ടും പഠിക്കുന്ന കാര്യം നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഓർമ്മയിൽ കൂടുതൽ കാലം നമുക്കത് റിട്ടൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, സോ അപ്പൊ നമുക്ക് എങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള, എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ചാലും അതിന് കൃത്യമായിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് എഴുതാൻ കഴിയും. നമ്മൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് എഴുതാൻ കഴിയും. അപ്പൊ നമുക്ക് ഏത് എക്സാം വേണമെങ്കിലും ക്രാക്ക് ചെയ്ത് നല്ലൊരു ജോലി, നമ്മുടെ സ്വപ്ന തുല്യമായ ജോലി നമുക്ക് നേടുവാനും നമുക്ക് ആ രീതിയിൽ സെറ്റിൽ ആകുവാനും കഴിയും. ഓക്കെ, സോ നമുക്ക് എല്ലാവർക്കും നമ്മുടെ റെഗുലർ ബാച്ചസിൽ നമുക്ക് കാണാം. സോ നമ്മുടെ റെഗുലർ ബാച്ചസ് ആയിട്ടുള്ള RRB നഴ്സിംഗ് സൂപ്രണ്ടും പിന്നെ DME നഴ്സിംഗ് ഓഫീസർ, ഈ ബാച്ച് ഇപ്പൊ റണ്ണിങ് ആണ്. നിങ്ങൾക്ക് എത്രയും വേഗം അതിൽ അഡ്മിഷൻ എടുക്കാം. നമ്മുടെ ഫുൾ പാക്കേജ് വീഡിയോസ്, ക്ലാസ്സസ് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് അതിന്റെ നല്ല രീതിയിൽ പഠിക്കാം, നല്ല ജോലികൾ കരസ്ഥമാക്കാം. സോ നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ കാണാം.